ഇതെന്ത് പിക്കിളാണെന്നറിയാവോ? നമ്മുടെ ഗ്രേപ്പ് ഫ്രൂട്ടില്ല, കമ്പിളി നാരങ്ങ, പമാലോ എന്ന് പറയും. കമ്പിളി നാരങ്ങയുടെ ഒരു വെറൈറ്റിയാണ്. ഒത്തിരി പഴുത്തതല്ല, ഗ്രീൻ കളറിലിരിക്കുന്നതന്നെ. ഞാൻ ജസ്റ്റ് കഴിക്കാൻ വേണ്ടി എൻ്റെ തൊലി പീൽ ചെയ്തപ്പോൾ പണ്ടെന്നോ കമ്പിളി നാരങ്ങയുടെ അച്ചാറ് കഴിച്ച് ഓർമ്മ വന്നു. അങ്ങനെ ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് തൊലിയോട് കൂടിയാട്ടോ ചെറുതായിട്ട് ഇതേപോലെ അരിഞ്ഞു വെച്ചു. ഈ കമ്പിളി നാരങ്ങ ചെറിയ മധുരം ഉണ്ട് കേട്ടോ. സ്റ്റിൽ ഗ്രീൻ കളറാ. ഈ ഷേപ്പിൽ അരിഞ്ഞു വെച്ചു. പിന്നെ കുറച്ച് ഗ്രീൻ ചില്ലിയും കറി ലീഫും ഒക്കെ ഇതേപോലെ ചോപ്പ് ചെയ്ത് വെച്ചു. പിന്നെ ഇതിനാവശ്യമുള്ള പൊടികൾ. എപ്പോഴും പിക്കിൾ ഇടുന്നതിന് മുമ്പ് കുറച്ച് വാട്ടർ ബോയിൽ ചെയ്ത് സാൾട്ട് ഇട്ട് നന്നായിട്ട് ബോയിൽ ചെയ്തിട്ട് സ്വിച്ച് ഓഫ് ചെയ്ത് കുറച്ച് വിനെഗർ ആഡ് ചെയ്ത് കൂൾ ചെയ്യാൻ വെച്ചാൽ പിക്കിളിന് കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഈ വിനെഗറാണ് യൂസ് ചെയ്ത്. നിങ്ങളുടെ കയ്യിൽ എന്താ വിനെഗർ എന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം ഒരു പാനിൽ കോക്കനട്ട് ഓയിൽ ചൂടാക്കി കടുക് മുളക് ഇട്ട് പൊട്ടി വരുമ്പോൾ ചോപ്പ് ചെയ്ത ഗ്രീൻ ചില്ലി കറി ലീഫൊക്കെ ഇട്ട് വറുത്ത് അതിലേക്ക് ഉലുവപ്പൊടി കായപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇത് നന്നായിട്ട് വറുത്തിട്ട് ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കിയിട്ട് ചില്ലി പൗഡറും ടെർമറിക് പൗഡറും ഇട്ട് ഒന്ന് വഴറ്റിയ ശേഷം സ്വിച്ച് ഓഫ് ചെയ്യാം. സാൾട്ടും വിനെഗറും ആഡ് ചെയ്യാം. എന്നിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കമ്പിളി നാരങ്ങയും ആഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിക്കിൾ റെഡി. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇതില്ലേ വിനെഗർ സാൾട്ട് വാട്ടർ മിക്സ് അതിലേക്ക് ആവശ്യത്തിന് ഒഴിച്ച് എടുത്തു കഴിഞ്ഞാൽ അടിപൊളി കമ്പിളി നാരങ്ങ പിക്കിൾ റെഡി. മെഡിസിൻ കഴിക്കുന്നവർക്ക് ഈ പിക്കിള് കഴിച്ചുകൂടാ കേട്ടോ. സ്റ്റാറ്റിൻ പോലുള്ള മെഡിസിൻ എടുക്കുന്നവർ. ഓക്കെ, അല്ലാത്തവർക്കെല്ലാം ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. റിയലി ടേസ്റ്റി യമ്മി ഗ്രേപ്പ് ഫ്രൂട്ട് പിക്കിൾ ട്രൈ ചെയ്ത് നോക്കുക.